അതീവ ജാഗ്രതയിലാണ് ഡൽഹി. സമൂഹ മാധ്യമങ്ങളിൽ ആക്ഷേപഹാസ്യം എന്ന രൂപേണ ആരംഭിച്ച ഒരു കൂട്ടായ്മ അതൊരു രാഷ്ട്രീയ കൊടുങ്കാറ്റായി മാറി. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പരസ്യ പ്രതിഷേധം ഇന്നാണ് ആദ്യമായി അവർ ആഹ്വാനം ചെയ്ത പരസ്യ പ്രതിഷേധം. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ പ്രതിഷേധം ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ജന്തർ മന്ദറിലാണ് പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. പക്ഷേ ഡൽഹി പോലീസ് ഇതുവരെയും ജന്തർ മന്ദറിൽ ഇത്തരം ഒരു പ്രതിഷേധത്തിന് അനുമതി നൽകിയിട്ടില്ല. അല്പം മുമ്പ് അഭിജിത് ദീപ്കെ ഡൽഹി വിമാനത്താവളത്തിലെത്തി. ട്വീറ്റിൽ അദ്ദേഹം തന്നെ ഇക്കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തു. ലാൻഡഡ് ഇൻ ഡൽഹി എന്നാണ് അദ്ദേഹം ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. ഒപ്പം ബോസ്റ്റണിൽ നിന്നാണ് അഭിജിത്ത് ഡൽഹിയിൽ എത്തിയിരിക്കുന്നത്. നമുക്ക് ജന്തർ മന്ദറിൽ കാണാം എന്നാണ് അഭിജിത്തിന്റെ ട്വീറ്റ്. മാത്രമല്ല, നേരത്തെ ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നവർക്ക് ചില നിർദ്ദേശങ്ങൾ കോക്രോച്ച് ജനതാ പാർട്ടി നൽകിയിരുന്നു. സ്നേഹത്തോടെയും സമാധാനത്തോടെയും ഈ പ്രതിഷേധം മുന്നോട്ട് കൊണ്ടുപോകണം എന്നായിരുന്നു ആഹ്വാനം. അതായത് പ്രതിഷേധിക്കാനായി എത്തുന്ന പ്രതിഷേധക്കാർ കയ്യിലൊരു പുസ്തകവും ഒപ്പം ഇന്ത്യയുടെ പതാകയും കരുതണം. പോലീസുകാരോട് അവർക്ക് പൂ നൽകി അവരോട് സൗമ്യതയോടെയും സ്നേഹത്തോടെയും പെരുമാറണം. ഇതൊക്കെയായിരുന്നു നിർദ്ദേശങ്ങൾ. ലാൻഡ് ചെയ്ത ശേഷം അഭിജിത്ത് എക്സിൽ പങ്കുവച്ച ഈ ട്വീറ്റിലും ഓർമ്മിപ്പിക്കുന്നത് ഇതുതന്നെയാണ്. ഒരു പക്ഷേ ഉപാധികളോടെ ഈ പ്രതിഷേധത്തിന് അനുമതി നൽകും എന്ന സൂചനകളാണ് ഈ ഘട്ടത്തിൽ ഡൽഹിയിൽ നിന്ന് പുറത്തു വരുന്നത്. വലിയ തോതിലുള്ള പ്രവർത്തകരുടെ പങ്കാളിത്തം ഈ പ്രതിഷേധത്തിന് ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം ഡൽഹി വിമാനത്താവളത്തിലടക്കം ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഇന്ന് ഒരുക്കിയിട്ടുള്ളത്. ഡൽഹി പോലീസിന് പുറമെ കേന്ദ്രസേനയുടെയും ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അഭിജിത്ത് ദീപ്കെ ഇതുവരെ വിമാനത്താവളത്തിന് പുറത്തേക്ക് വന്നിട്ടില്ല. വിമാനത്താവളത്തിന് പുറത്തേക്ക് വരുമ്പോൾ ഈ സുരക്ഷാ ഉദ്യോഗസ്ഥർ അദ്ദേഹത്തോട് എന്ത് സമീപനമാണ് സ്വീകരിക്കുന്നത് എന്ന് കാത്തിരിക്കുന്നു. അത് ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഇന്ത്യ ഇപ്പോൾ. മറ്റൊന്ന്, അഭിജിത് ദീപ്കെ സ്വീകരിക്കാൻ ആരും എത്തരുത് എന്നാണ് നേരത്തെ വിമാനത്താവളത്തിൽ സ്വീകരിക്കാൻ ആരും എത്തരുത് എന്നാണ് ആവശ്യപ്പെട്ടിരുന്നത്. പക്ഷേ രാജ്യത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഉള്ളവർ ഈ കോക്രോച്ച് ജനതാ പാർട്ടിയെ പിന്തുണയ്ക്കുന്ന ജൻസികൾ ഇപ്പോൾ അവിടേക്ക് എത്തുന്നു. മാത്രമല്ല, ഡൽഹിയിൽ കർത്തവ്യപഥത്തിലടക്കം പല സ്ഥലങ്ങളിലും ഇപ്പോൾ ടീഷർട്ട് അടക്കം ധരിച്ച്, അതായത് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ടീഷർട്ട് അടക്കം ധരിച്ച് പ്രവർത്തകർ എത്തുന്ന സാഹചര്യമുണ്ട്. എന്തായാലും അഭിജിത് ദീപ്കെ ഡൽഹിയിലെത്തിയിരിക്കുന്നു.